ഹലോ സർ, താങ്കളുടെ സൂപ്പർ ആനുവേഷൻ എമൗണ്ട് FD-യിൽ ഇടാൻ താല്പര്യമുണ്ടല്ലേ? ഞങ്ങളുടെ ബാങ്കിൽ 9% ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയിക്കാൻ സന്തോഷമുണ്ട്. ഹലോ, ഉറപ്പാണോ? ഇൻട്രസ്റ്റ് റേറ്റ് 9% കിട്ടുമോ? മറ്റൊരു ബാങ്കും 7.1%-ലേറെ ഇൻട്രസ്റ്റ് നൽകുന്നില്ല. അതെ സർ, ഇത് പരിമിത കാലത്തേക്കുള്ള ഒരു സ്പെഷ്യൽ സ്കീമാണ്. ഓക്കെ, എന്നാൽ ഞാൻ ബാങ്കിൽ വരാം, ഒരു ഫിക്സ്ഡ് ഡിപ്പോസിറ്റിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സർ, താങ്കൾ ഒരു സീനിയർ സിറ്റിസൺ ആയതിനാൽ ഒന്നുകൂടിയുണ്ട്. ബാങ്കിന്റെ റെപ്രസെന്റേറ്റീവ് താങ്കളുടെ വീട്ടിലേക്ക് വരും. വേണ്ട, പരിചയമില്ലാത്തവരുടെ പക്കൽ ഞാൻ പണം നൽകില്ല. സർ, പണം ഒന്നും നൽകേണ്ട. താങ്കൾ ഒരു ക്രോസ്ഡ് ചെക്ക് കൊടുത്താൽ മതി. ക്യാഷ് പിൻവലിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാം. മാത്രമല്ല, എമൗണ്ട് ഫിക്സ്ഡ് ഡിപ്പോസിറ്റിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നുവെന്നും. രണ്ടിടത്ത് സാറിന്റെ ഒപ്പ് വേണം, ഇവിടെയും ഇവിടെയും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഫില്ല് ചെയ്തോളാം. ഞാൻ രാജുവിനായി വന്നതാ. രാജുവിന്റെ പേരിൽ ഒരു ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് തുടങ്ങാൻ എനിക്കൊരു ചെക്ക് ഡിപ്പോസിറ്റ് ചെയ്യണം. ഇതാണ് ചെക്ക്. സർ, ഇതാ താങ്കളുടെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് റെസീപ്റ്റ്. ഓവർഡ്രാഫ്റ്റ്? സർ, എന്റെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റിന്മേൽ ഓവർഡ്രാഫ്റ്റ് ഉണ്ട്. ഞാനത് എടുത്തിട്ടില്ല. ഒന്ന് ചെക്ക് ചെയ്യാമോ? സർ, നോക്കൂ, താങ്കൾ സൈൻ ചെയ്ത ഓവർഡ്രാഫ്റ്റ് ഫോമാണ്. താങ്കളുടെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് റിസീറ്റ് ഫേക്ക് ആണ്. താങ്കളുടെ റിപ്രസെന്റേറ്റീവ് ഒറിജിനൽ റിസീറ്റ് കൈക്കലാക്കിയ ശേഷം FD-യിൽ ഓവർഡ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞു. അയാൾ സൂത്രത്തിൽ എമൗണ്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അപരിചിതരുമായി കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. അറിഞ്ഞിരിക്കണം, FD ഓവർഡ്രാഫ്റ്റ് ഫ്രോഡുകളെ സൂക്ഷിക്കുക. ചെയ്യേണ്ടവ: സൈൻ ചെയ്യും മുൻപ് ഡോക്യുമെന്റ്സ് പരിശോധിക്കൂ. ബാങ്കിൽ ചെല്ലുന്നതാണ് അഭികാമ്യം. അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് അറിയുന്ന ആളുടെ സഹായം തേടുക. ചെയ്യരുതാത്തവ: അപരിചിതർക്ക് പ്രധാന ഡോക്യുമെന്റ്സോ ചെക്കുകളോ നൽകരുത്.